നിങ്ങളുടെ കുഞ്ഞ് ശരിയായി വളരുന്നുണ്ടോ എന്ന് നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടോ? കുഞ്ഞിന് വെയിറ്റ് കൂടുന്നില്ലേ? മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ സംസാരിക്കുന്നില്ലല്ലോ, ഇനിയും നടക്കാൻ തുടങ്ങിയില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് പല പേരൻസും ആശങ്കപ്പെടാറുണ്ട്. പക്ഷേ കുഞ്ഞിന്റെ വളർച്ചയെന്ന് പറയുന്നത് വെയിറ്റ് മാത്രം കൂടുന്നതല്ല. കുഞ്ഞിന്റെ ശരീരവളർച്ചയ്ക്കൊപ്പം ബ്രെയിൻ ഡെവലപ്മെന്റ്, മൂവ്മെന്റ്, കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, ഭക്ഷണം കഴിക്കുന്ന രീതി തുടങ്ങിയ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് കുഞ്ഞിന്റെ വളർച്ച സാധാരണ രീതിയിൽ മുന്നോട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 7 പ്രധാന സൂചനകൾ നോക്കാം. 1. കുഞ്ഞ് നിങ്ങളെ നോക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന്റെ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ പ്രധാന ഭാഗമാണ് മുഖത്തേക്ക് നോക്കുകയും പരിചിതരായ ആളുകളെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ പതിയെ മാതാപിതാക്കളുടെ മുഖത്തേക്ക് നോക്കാനും ശബ്ദം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാനും പിന്നീട് പുഞ്ചിരിക്കാനും തുടങ്ങും. അമ്മയെയോ അച്ഛനെയോ കണ്ടപ്പോൾ കുഞ്ഞ് സന്തോഷത്തോടെ പ്രതികരിക്കുന്നത് നല്ലൊരു സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. അതുപോലെ കുഞ്ഞ് നിങ്ങളെ നോക്കുമ്പോൾ തിരിച്ചും സംസാരിക്കുക, ചിരിക്കുക, മുഖഭാവങ്ങൾ കാണിക്കുക. ഇത്തരം ചെറിയ ഇന്ററാക്ഷൻസ് കുഞ്ഞിന്റെ ഇമോഷണൽ ഡെവലപ്മെന്റിനും കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനും സഹായിക്കും. ഓരോ കുഞ്ഞും ഒരേ സമയത്ത് ഒരേ മൈൽ സ്റ്റോൺ നേടണമെന്നില്ല. അതുകൊണ്ട് മറ്റൊരു കുഞ്ഞുമായി താരതമ്യം ചെയ്യേണ്ടതില്ല. 2 ശബ്ദങ്ങളോട് കുഞ്ഞ് പ്രതികരിക്കുന്നു. കുഞ്ഞിന്റെ ഹിയറിംഗ്, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റ് എന്നിവ ശ്രദ്ധിക്കാനും ഇത് സഹായിക്കും. നിങ്ങൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞ് നിങ്ങളെ നോക്കാൻ ശ്രമിക്കുന്നുണ്ടോ? പരിചിതമായ ശബ്ദം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടോ? വളരുന്നതിനനുസരിച്ച് കുഞ്ഞ് പലതരത്തിലുള്ള സൗണ്ട്സ് ഉണ്ടാക്കാനും പിന്നീട് ബാബ്ലിംഗ് ചെയ്യാനും തുടങ്ങും. അമ്മ, അപ്പ, ബാ, ദാ പോലെയുള്ള സൗണ്ട്സ് കുട്ടിയുടെ ഭാഷാ വികസനത്തിന്റെ ഭാഗമാണ്. ഇവയെല്ലാം കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് ക്രമേണ മാറും. അതുകൊണ്ട് കുഞ്ഞിനോട് ദിവസവും സംസാരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പോലും കുഞ്ഞിനോട് പറഞ്ഞുകൊടുക്കാം. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം, ഇത് പന്താണ്, അമ്മ ഇവിടെയുണ്ട് എന്നിങ്ങനെ സംസാരിക്കുന്നത് കുഞ്ഞിന്റെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് സഹായകരമാണ്. 3. കൈകാലുകളുടെ ചലനം മെച്ചപ്പെടുന്നു. കുഞ്ഞ് വളരുന്നതിനനുസരിച്ച് മൂവ്മെന്റിലും മാറ്റങ്ങൾ കാണാം. ചെറിയ കുഞ്ഞുങ്ങൾ കൈകാലുകൾ ചലിപ്പിക്കുന്നതിൽ നിന്ന് തുടങ്ങും. പിന്നീട് തല നിയന്ത്രിക്കാൻ പഠിക്കും. അതിനുശേഷം മറിഞ്ഞുകിടക്കൽ, ഇരിക്കൽ, ഇഴയൽ, നിൽക്കാൻ ശ്രമിക്കൽ, നടക്കൽ തുടങ്ങിയ മോട്ടോർ സ്കിൽസ് ഓരോ ഘട്ടത്തിലും വികസിക്കും. ഇവയ്ക്കെല്ലാം കൃത്യമായ ഒരു ഡെഡ്ലൈൻ ഇല്ല. ഒരു കുഞ്ഞ് നേരത്തെ നടക്കാം, മറ്റൊരു കുഞ്ഞിന് കുറച്ച് സമയം കൂടി എടുക്കാം. അതുകൊണ്ട് അവന്റെ കുഞ്ഞ് നടക്കുന്നു, എന്റെ കുഞ്ഞ് നടക്കാത്തതെന്തുകൊണ്ട് എന്ന താരതമ്യം ഒഴിവാക്കുക. കുഞ്ഞിന് സുരക്ഷിതമായി ഫ്ലോർ പ്ലേ ചെയ്യാനും പ്രായത്തിന് അനുയോജ്യമായ മൂവ്മെന്റ് ചെയ്യാനും അവസരം നൽകുക. 4. കുഞ്ഞിന്റെ ഭക്ഷണരീതി ക്രമേണ മെച്ചപ്പെടുന്നു. പ്രായത്തിന് അനുയോജ്യമായ ഭക്ഷണം ലഭിക്കുന്നതും കുഞ്ഞിന്റെ വളർച്ചയിൽ വളരെ പ്രധാനമാണ്. 6 മാസം കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ഫുഡ്സ് ആരംഭിക്കുമ്പോൾ ആദ്യം ചെറിയ അളവിൽ ഭക്ഷണം പരിചയപ്പെടുത്താം. പതിയെ പലതരം ഭക്ഷണങ്ങളുടെ ടേസ്റ്റ്, ടെക്സ്ചർ എന്നിവ കുഞ്ഞ് പരിചയപ്പെടും. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പൾസസ്, മുട്ട, മത്സ്യം അല്ലെങ്കിൽ മാംസം തുടങ്ങിയ ന്യൂട്രിയന്റ് റിച്ച് ഫുഡ്സ് പ്രായത്തിനും കുടുംബത്തിന്റെ ഭക്ഷണരീതിക്കും അനുയോജ്യമായി ഉൾപ്പെടുത്താം. കുഞ്ഞ് ഒരു ദിവസം നന്നായി കഴിച്ചിട്ട് മറ്റൊരു ദിവസം കുറച്ച് മാത്രം കഴിക്കുന്നത് സാധാരണമാണ്. അതുകൊണ്ട് ഓരോ മീലും ഫോഴ്സ് ചെയ്ത് കഴിപ്പിക്കേണ്ടതില്ല. കുഞ്ഞിന്റെ ഹങ്കർ ക്യൂസ് ശ്രദ്ധിക്കുക. ഭക്ഷണസമയത്ത് മൊബൈൽ ഫോൺ കാണിച്ച് ശ്രദ്ധ തിരിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതിന് പകരം കുഞ്ഞിനൊപ്പം ഇരുന്ന് ഭക്ഷണത്തെ പരിചയപ്പെടുത്താൻ ശ്രമിക്കുക. 5. കുഞ്ഞിന്റെ ഉറക്കവും ഉണർവും ക്രമേണ ഒരു പാറ്റേണിലേക്ക് വരുന്നു. കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ഭക്ഷണം പോലെ തന്നെ ഉറക്കവും പ്രധാനമാണ്. കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ച് സ്ലീപ്പ് നീഡ്സ് വ്യത്യാസപ്പെടും. ചില ദിവസങ്ങളിൽ കുഞ്ഞ് നന്നായി ഉറങ്ങാം, മറ്റു ദിവസങ്ങളിൽ ടീതിങ്, ഇൽനെസ്, ഗ്രോത്ത് ചേഞ്ചസ് തുടങ്ങിയ കാരണങ്ങളാൽ ഉറക്കം മാറാം. അതിനാൽ ഒരു ദിവസം ഉറക്കം കുറവായതുകൊണ്ട് മാത്രം കുഞ്ഞിന്റെ വളർച്ചയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. എന്നാൽ കുഞ്ഞിന് സ്ഥിരമായി ഉറക്ക പ്രശ്നങ്ങളുണ്ടാകുകയോ അസാധാരണമായ മയക്കം, ഭക്ഷണം കഴിക്കാത്തത്, അസ്വസ്ഥത തുടങ്ങിയ മറ്റു ലക്ഷണങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ പീഡിയാട്രീഷ്യനോട് സംസാരിക്കുക. കുഞ്ഞിന് സ്ഥിരമായ ബെഡ് ടൈം റുട്ടീൻ നൽകുന്നത് സഹായകരമായിരിക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ്സ് കുറയ്ക്കുക, ശാന്തമായ അന്തരീക്ഷം ഒരുക്കുക, സ്ഥിരമായ ബെഡ് ടൈം റൂട്ടീൻ പാലിക്കുക. 6. കുഞ്ഞ് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യം കാണിക്കുന്നു. കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ് വളരെ വേഗത്തിൽ നടക്കുന്ന കാലമാണ് ആദ്യ വർഷങ്ങൾ. ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ടോയ്സ് പിടിക്കാൻ ശ്രമിക്കുക, പുതിയ സൗണ്ട്സ് ഉണ്ടാക്കുക, ആളുകളുടെ മുഖം നോക്കുക,
വസ്തുക്കൾ കൈകൊണ്ട് പരിശോധിക്കുക തുടങ്ങിയവ കുഞ്ഞിന്റെ ലേണിംഗിന്റെ ഭാഗമാണ്. കുഞ്ഞ് ഒരു ടോയ് എടുത്തു നോക്കുകയോ അത് മറിച്ചും തിരിച്ചും പരിശോധിക്കുകയോ ചെയ്യുന്നതുപോലും ലേണിംഗ് ആണ്. പേരന്റ്സ് ചെയ്യേണ്ടത് കുഞ്ഞിന് സേഫായ എൻവയറൺമെന്റ് നൽകുകയും സംസാരിക്കുകയും പാടുകയും കളിക്കുകയും ചെയ്യുക എന്നതാണ്. വില കൂടിയ ടോയ്സ് വേണമെന്നില്ല. ഒരു പിക്ചർ ബുക്ക്, സോഫ്റ്റ് ബോൾ, സ്റ്റാക്കിംഗ് കപ്സ് പോലെയുള്ള ഏജ് അപ്രോപ്രിയേറ്റ് ടോയ്സ് പോലും കുഞ്ഞിന്റെ ലേണിംഗിന് സഹായിക്കും. 7 കുഞ്ഞിന്റെ ഗ്രോത്ത് ചാർട്ടിൽ സ്ഥിരമായ വളർച്ച കാണുന്നു. അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ഫിസിക്കൽ ഗ്രോത്ത്. വെയ്റ്റ് മാത്രം നോക്കുന്നത് മതിയാകില്ല. കുഞ്ഞിന്റെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ്, വെയ്റ്റ്, ഹെഡ് സർക്കംഫറൻസ് തുടങ്ങിയ മെഷർമെന്റ്സ്, കുഞ്ഞിന്റെ പ്രായവും സെക്സും പരിഗണിച്ച് ഗ്രോത്ത് ചാർട്ടിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വിലയിരുത്തും. ഒരു മെഷർമെന്റ് മാത്രം നോക്കി കുഞ്ഞ് അണ്ടർവെയ്റ്റ് ആണെന്ന് തീരുമാനിക്കരുത്. കുഞ്ഞിന്റെ ഗ്രോത്ത് ട്രെൻഡാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് റെഗുലർ പീഡിയാട്രിക് ചെക്കപ്സ് നടത്തുന്നത് നല്ലതാണ്. കുഞ്ഞിന്റെ വെയ്റ്റ് പെട്ടെന്ന് കുറയുക, വളർച്ചയിൽ വ്യക്തമായ മാറ്റം കാണുക, ഭക്ഷണം സ്ഥിരമായി നിരസിക്കുക, ഡെവലപ്മെന്റിൽ റിഗ്രഷൻ കാണുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ സമീപിക്കുക. അവസാനമായി ഒരു പ്രധാന കാര്യം. പേരന്റ്സ്, ഒരു കാര്യം എപ്പോഴും ഓർക്കുക. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. ഒരു കുഞ്ഞ് നേരത്തെ നടക്കാം, മറ്റൊരു കുഞ്ഞ് കുറച്ച് വൈകി നടക്കാം. ഒരാൾ നേരത്തെ സംസാരിക്കാം, മറ്റൊരാൾക്ക് കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും. അതുകൊണ്ട് മറ്റൊരു കുഞ്ഞുമായി നിങ്ങളുടെ കുഞ്ഞിനെ താരതമ്യം ചെയ്യുന്നതിനേക്കാൾ നിങ്ങളുടെ കുഞ്ഞിന്റെ സ്വന്തം പ്രോഗ്രസ് ശ്രദ്ധിക്കുക. കുഞ്ഞ് ദിവസം തോറും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടോ? നിങ്ങളുമായി ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ? പ്രായത്തിന് അനുയോജ്യമായി മൂവ്മെന്റ് വികസിക്കുന്നുണ്ടോ? ഭക്ഷണവും ഉറക്കവും പൊതുവെ ശരിയായ രീതിയിലാണോ? ഗ്രോത്ത് മെഷർമെന്റ്സ് കാലക്രമത്തിൽ മുന്നോട്ടു പോകുന്നുണ്ടോ? ഇവയെല്ലാം ചേർന്നാണ് കുഞ്ഞിന്റെ വളർച്ചയെ വിലയിരുത്തേണ്ടത്. കുഞ്ഞിന്റെ ഡെവലപ്മെന്റിനെക്കുറിച്ച് നിങ്ങൾക്കെന്തെങ്കിലും സംശയമോ ആശങ്കയോ ഉണ്ടെങ്കിൽ ഓൺലൈൻ ഇൻഫർമേഷൻ മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ പീഡിയാട്രിഷ്യനോട് സംസാരിക്കുക. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ സേവ് ചെയ്യാനും മറ്റൊരു പേരന്റിന് ഷെയർ ചെയ്യാനും മറക്കരുത്. കുഞ്ഞിന്റെ വളർച്ചയും ഭക്ഷണവും ബേബി കെയർ ടിപ്സും ലളിതമായി അറിയാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.